നേതാക്കളുടെയും അണികളുടെയും കൊഴിഞ്ഞുപോക്കിൽ ആശങ്കയിലാണ് LDF ക്യാമ്പ്. മൂന്നാം വട്ടവും തുടർഭരണം പ്രതീക്ഷിക്കുന്ന LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തിരിച്ചടിയാവുകയാണ് കൊഴിഞ്ഞുപോക്ക്. PR വർക്കും കാര്യമായി ഗുണം ചെയ്യുന്നില്ലെന്നാണ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ. വീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വീണ, ഈ PR വർക്കൊക്കെ ഒരു ഭാഗത്ത് നടത്തുമ്പോഴും പാർട്ടിയുടെ ഈ കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് അത് വളരെ ഗുരുതരമാണ്. ഒരുപക്ഷെ ഏതാണ്ട് 1990കളുടെ ആദ്യമൊക്കെ രൂപപ്പെട്ട വിഭാഗീയതയ്ക്ക് സമാനമായ രീതിയിലുള്ള വിഭാഗീയത CPM-നകത്ത് ഉണ്ടാവുകയാണ്. ഇപ്പോൾ G. സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയി. കൊട്ടാരക്കരയിലേക്ക് വന്നാൽ അവിടെ ഐഷ പോറ്റി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. PK ശശി പാലക്കാട് പാർട്ടി വിട്ടു. അങ്ങനെ S. രാജേന്ദ്രൻ ഇടുക്കിയിൽ BJP-യിൽ ചേർന്നു. അങ്ങനെ ഓരോ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ CPM-ൻ്റെ അവിടുത്തെ ഫേസുകൾ, CPM-നെ അവരുടെ സംഘടനാ സംവിധാനത്തെ അരക്കിട്ടുറപ്പിച്ച പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയോട് ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ തുടർച്ചയായ മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്? വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെയാണ് ഗൗതം ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അച്ചടക്കമുള്ള, അതുപോലെ തന്നെ പാർട്ടി ചിട്ടകളുള്ള എന്നൊക്കെയാണ് കൃത്യമായി നേതാക്കളടക്കം പറയുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ പോലും ഐക്യമില്ലായ്മയാണ് കോൺഗ്രസിനെ പോലെ തന്നെ ഇപ്പോൾ CPM-നെ, പ്രത്യേകിച്ച് LDF-നെ വലയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്തുള്ള G. സുധാകരൻ്റെ കൊഴിഞ്ഞുപോക്ക്, അതുപോലെ തന്നെ ഐഷ പോറ്റി, അതുപോലെ തന്നെ PK ശശി, ഇവരുടെയൊക്കെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്നവരെ അല്ലെങ്കിൽ അവരെ ഒപ്പം ചേർത്ത് അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ LDF-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് താഴെ തട്ടിലുള്ള നേതാക്കളെയും ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളെയും അണികളെയും ഒക്കെ അസ്വസ്ഥരപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ നേതാക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് എന്താണ് അതിനുള്ള സാഹചര്യം എന്താണ്, അത് മനസ്സിലാക്കി ഒപ്പം ചേർത്ത് നിർത്തുവാനുള്ള കാര്യങ്ങൾക്കൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഏകാധിപത്യ മനോഭാവവുമായി മുഖ്യമന്ത്രി നടത്തുന്ന ഭരണം തന്നെയാണ്. ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അയവായിട്ടുള്ള ഒരു നിലപാടിൽ ഒരു അയവ് വരുത്തുവാൻ മുഖ്യമന്ത്രി അടക്കം തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനങ്ങളടക്കം ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മൂന്നാം വട്ടവും അധികാരത്തിലേറും തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കോടികൾ പൊടിച്ചുകൊണ്ടുള്ള PR വർക്കും അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാനലുകളിലടക്കം പരസ്യമായി നൽകുന്നുണ്ട്, പത്രങ്ങളിലടക്കം ആദ്യ പേജുകളിൽ പരസ്യമായി നൽകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള PR വർക്കുകൾ നൽകുന്നുണ്ട്, പ്രശസ്തരായിട്ടുള്ള ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ പുറത്തിറക്കുന്നുണ്ട്. വാചകങ്ങളൊക്കെ കസർത്തുന്ന വാചകങ്ങൾ തന്നെയാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തിറക്കുന്നത്. പക്ഷേ ഇതൊക്കെ വലിയ തരത്തിൽ പരാജയത്തിലേക്ക് വഴിവെക്കുമെന്നുള്ള ആശങ്ക, അതായത് ഈ PR വർക്ക് പോലും അമ്പേ പരാജയമായി എന്നുള്ള വിലയിരുത്തലാണ് പൊതുവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പാർട്ടിയിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അത് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കും. ഐക്യമില്ലായ്മ അതിപ്പോൾ അങ്ങാടിപ്പാട്ടായിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ചർച്ച നടത്തുവാനോ അല്ലെങ്കിൽ ഈ ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് കൃത്യമായി ഇടപെടലുകൾ നടത്തി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനോ സാധിക്കാത്തത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കവും മുറുകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പുതിയ സ്ഥാനാർത്ഥികളെ, അതായത് പുതുമുഖങ്ങളെ എത്തിക്കണം, നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇക്കഴിഞ്ഞ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, തിരുവനന്തപുരത്ത് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന കാര്യങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള നേതാക്കളെ കൊണ്ടുവരാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ജനകീയമായിരുന്ന അല്ലെങ്കിൽ ഇവർ ജനകീയമാണെന്ന് പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളൊക്കെ വ്യാജമാണ്, തെറ്റാണെന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. പാർട്ടിയിലുണ്ടായിരുന്നവർ ദിവസവും കൊഴിഞ്ഞു പോകുന്നു, മറ്റു പാർട്ടികളിലേക്ക് പോകുന്നവരുണ്ട്, ഈ പ്രസ്ഥാനം തന്നെ വിടുന്നവരുണ്ട്, സ്വതന്ത്രരായി മത്സരിക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിലവിൽ മന്ത്രിമാരുടെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഈ നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നുണ്ട്. നമ്മൾ ഈ G. സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിലൊക്കെ കണ്ടതാണ്. ഈ സജി ചെറിയാനെ അടക്കം വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ആ അഭിപ്രായ ഭിന്നത പുറത്തേക്ക് അറിയുന്നു, ജനങ്ങളിലേക്ക് എത്തുന്നു. പാർട്ടിക്കുള്ളിലെ ഈ ഒരു പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ വലയ്ക്കുന്നത്, CPM-നെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിക്കുന്നത്. ഗൗതം, ഓക്കെ. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുത്ത് വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത സംഘടനാ സംവിധാനത്തെ തന്നെ ദുർബലമാക്കുകയാണ്. പല സ്ഥലങ്ങളിലും മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നു. G. സുധാകരൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഐഷ പോറ്റിയെ പോലുള്ള നേതാക്കൾ പോയി. S. രാജേന്ദ്രൻ ഇടുക്കിയിൽ പോയി. പാലക്കാട് PK ശശി പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു. അങ്ങനെ ഓരോ ജില്ലകളിൽ CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിന് കെട്ടുറപ്പുണ്ടാക്കിയെടുത്ത പല നേതാക്കന്മാർ CPM ബന്ധം, പിണറായിസത്തിനെ വിമർശിച്ചുകൊണ്ട് CPM ബന്ധം ഉപേക്ഷിക്കുകയാണ്. വളരെ സുപ്രധാനമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പാർട്ടി ഇത്തരത്തോളം വലിയ വിഭാഗീയതയെ നേരിടുന്നത്.
വീണ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു പ്രതീക്ഷയാണ് അവർക്ക് മൂന്നാം വട്ടവും അതെ. ഭരണത്തിൽ കയറാമെന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ആവശ്യം തന്നെ ഇല്ല. ഇപ്പം ഇങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒരു അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ എത്ര പേരുണ്ടാകും, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇനി എത്ര പേര് ഒരുമിച്ചുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം നിലനിൽക്കുന്നുണ്ട്.